ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ ഒരു രഹസ്യവിദ്യയാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ശിവഭഗവാന്റെയാണ്. ഈ കാര്യം ചെയ്താൽ ധനാകർഷണ ഭൈരവ സ്വാമി നിങ്ങൾക്ക് ജീവിതത്തിൽ അപാരമായ ഐശ്വര്യങ്ങൾ, അപാരമായ സമ്പത്ത് ധനാകർഷണ ഭൈരവസ്വാമി നൽകും. ധനാകർഷണ ഭൈരവസ്വാമി എന്നത് തന്നെ പേര് കേൾക്കുമ്പോൾ തന്നെ ധനത്തെ ആകർഷിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാം വരും. ധനം മാത്രമല്ല, സർവ്വ സമ്പത്ത് ഐശ്വര്യങ്ങളും വരും. ധനാകർഷണ ഭൈരവസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും ഈ ഒരു വിദ്യ ചെയ്താൽ. ആ വിദ്യയാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ധനാകർഷണ ഭൈരവസ്വാമി എന്ന് പറഞ്ഞാൽ തന്നെ ശിവൻ്റെ ഒരു അംശം തന്നെയാണ്, ആ ശിവഭഗവാൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു വിദ്യയാണ് പറഞ്ഞു തരുന്നത്. അത് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സർവ്വ വിധത്തിലുള്ള സമ്പൽ സമൃദ്ധിയും അപാരമായ ഐശ്വര്യങ്ങളും സമ്പത്തും ഒക്കെ ഭഗവാൻ നൽകും. ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട്. വീഡിയോ മുഴുവൻ കേൾക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വീഡിയോയിലേക്ക് വരാം. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. കാരണം വാട്സപ്പിലുള്ള വർക്ക് തന്നെ സമയത്തിന് ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നേരിട്ടില്ലാത്തത്. നമ്മളൊരു മനുഷ്യനാണല്ലോ, എല്ലാം കൂടെ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ വാട്സപ്പിലെ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. എന്നിട്ട് എൻ്റെ അറിവിൽ ഉള്ള ഏറ്റവും മികച്ച കാര്യങ്ങൾ ആണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ സമയം എടുത്തെന്നിരിക്കാം. അതൊക്കെ പറഞ്ഞിട്ടേ വർക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് നോക്കാൻ താല്പര്യമുണ്ട്, വാട്സപ്പിൽ ഇട്ടാൽ മതി. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും, എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയും. ക്ഷേത്രത്തിലേക്കുള്ള നല്ല വഴിപാടുകൾ മാത്രമേ പറയത്തുള്ളൂ. പിന്നെ അവനവൻ സ്വയം ചെയ്യാവുന്ന നല്ല മന്ത്രങ്ങൾ, ചൊല്ലേണ്ട സമയം, ചൊല്ലേണ്ട രീതി, ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, എവറിത്തിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതൊക്കെ കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, ചെയ്യാതിരിക്കുക. പിന്നെ എല്ലാവരുടെയും ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് പേരുടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഞാൻ റിപ്ലൈ തരും. എന്നിട്ട് ആവശ്യമുണ്ട് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുക. ഇതാണ് സാഹചര്യം. നേരിട്ട് വന്നാൽ നോക്കാൻ പറ്റത്തില്ല. ഞാൻ എപ്പോഴും വർക്കിൽ തന്നെ ആയിരിക്കും. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല എനിക്ക്. പിന്നെ ഞാൻ ക്രിയായോഗ ചെയ്യുന്നുണ്ട്, ശിവവിദ്യ ചെയ്യുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഫോൺ എടുക്കാത്തതിൻ്റെ കാര്യം. മിക്കവാറും വർക്കിൽ തന്നെ ആയിരിക്കും, അല്ലാത്തപ്പോൾ മറ്റു പല കാര്യങ്ങളിലും ആയിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ്. ഈ ഒരു കാര്യം ചെയ്താൽ ധനാകർഷണ ഭൈരവസ്വാമി അപാരമായ സമ്പത്ത് നൽകും എന്ന് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിലേക്ക് വരികയാണ്. ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളത് കേൾക്കുക. ഈ ഒരു കാര്യം രാവിലെ കുളി കഴിഞ്ഞ് 1 മിനിറ്റ് ചെയ്താൽ പോലും ദിവസവും ചെയ്യണം. ശിവഭഗവാൻ എന്തും നൽകുമെന്നുള്ളതാണ്. അതാണ് ഈ വിദ്യയുടെ ഒരു രഹസ്യം, ഈ വിദ്യയുടെ ഒരു പ്രധാന രഹസ്യം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിത് രാവിലെ കുളി കഴിഞ്ഞ് നിങ്ങൾ കസേരയിരുന്നോ പുൽപ്പായിലിരുന്നോ എങ്ങനെ വേണേലും ഇരുന്ന് കിഴക്കോട്ട് നോക്കിയിരുന്ന് ഈ വിദ്യ ചെയ്യാം. ഈ വിദ്യ ചെയ്യുമ്പോൾ നിങ്ങൾ കണ്ണടയ്ക്കണം. കണ്ണടച്ചിട്ട് ഈ ഒരു നീലപ്രകാശം, അതായത് ആ നീലപ്രകാശം നിങ്ങളുടെ ഉച്ചിയിലൂടെ, ഈ പ്രപഞ്ചത്തിൽ നിന്ന് നിങ്ങളുടെ ഉച്ചിയിലൂടെ നിങ്ങളുടെ അകത്തേക്ക് വരുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഈ നീലപ്രകാശം ഇങ്ങനെ വരുമ്പോൾ അത് നിങ്ങൾ മനസ്സിൽ ക്ലീം 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 എന്ന് 3 തവണ നീട്ടി ജപിക്കുക. അപ്പോൾ ഈ നീലപ്രകാശം ഇങ്ങനെ ഉച്ചിയിലൂടെ വന്ന് നിങ്ങളുടെ സഹസ്രാരത്തിലൂടെ വന്നു നിങ്ങളുടെ ചക്രാസിലൂടെ എല്ലാം ശരീരം മുഴുവൻ, നട്ടലിനകത്ത് ചക്രാസിലൂടെ, അതായത് നിങ്ങളുടെ ആ ഓരോ ചക്രാസിലൂടെയും അതായത് ആജ്ഞാചക്രം, അതുപോലെ വിശുദ്ധി എന്ന് പറഞ്ഞാൽ തൊണ്ടക്കുഴിക്കുള്ളിലുള്ളത്. ആജ്ഞ നിങ്ങൾക്കറിയാമല്ലോ, ഇങ്ങനെ ഒരു വര വരച്ചാലും ഇങ്ങനെ ഒരു വര വരച്ചാലും 4 കൂടുന്ന ജംഗ്ഷനിൽ. അപ്പോൾ ആജ്ഞ, വിശുദ്ധി നെഞ്ചിൻ്റെ ഉള്ളിലുള്ള ചക്രമാണ്. അനാഹത ചക്രം പുക്കിൾക്കൊടിക്ക് മുകളിലുള്ളത്. മണിപൂരക ചക്രം പുക്കിൾക്കൊടിക്ക് താഴെയുള്ളത്. സ്വാധിഷ്ഠാന ചക്രം. പിന്നെ നട്ടലിൻ്റെ ഏറ്റവും അടിയിലുള്ള മൂലാധാര ചക്രം. ഇതെല്ലാം നട്ടലില്ല സങ്കല്പിക്കുന്നത്, ഈ വിശുദ്ധി വരെയുള്ള ആ ചക്രങ്ങൾ. ബാക്കിയൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ആ ചക്രാസിലൂടെ എല്ലാം ഈ നീലപ്രകാശം നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ ഈ സഹസ്രാരത്തിലേക്ക്, ഈ ഉച്ചിയിലേക്ക് നീലപ്രകാശം ഇങ്ങനെ പ്രവേശിക്കുമ്പോൾ നിങ്ങൾ കണ്ണടച്ച് എല്ലാം സങ്കല്പിക്കുക. ക്ലീം 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 എന്ന് മനസ്സിൽ നീട്ടി ജപിക്കുക. ഇത് ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ ശരീരത്തിൽ ഈ നട്ടലിനുള്ളിലൂടെ ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുമ്പം നമ ശിവായ നമ ശിവായ
നമ ശിവായ എന്ന് 3 തവണ ജപിക്കുക. വീണ്ടും കണ്ണടച്ചിരിക്കുക. ഇത് 1 മിനിറ്റ് ചെയ്യുക, അരമിനിറ്റ് ചെയ്യുക, അല്പസമയം ഒരു അല്പസമയം ചെയ്താലും ഇത് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് നിങ്ങൾ ഒന്ന് വലത് കൈയുടെ ഉള്ളം കൈയിൽ അല്പം വെള്ളമെടുത്ത് കൈ രണ്ടും കൂട്ടി തിരുമ്മി ക്ലീം 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 നമ ശിവായ എന്ന് ഒന്ന് വടക്കോട്ട് നോക്കി ജപിച്ചിട്ട് അതിനുശേഷം ഒന്ന് കിഴക്കോട്ട് നോക്കി ജപിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ എന്ന് മാത്രം. അപ്പോൾ ഇത് ജപിക്കുമ്പോൾ പരമശിവനെയും പാർവതിയെയും ഗുരുവായി സങ്കല്പിക്കണം. അങ്ങനെ നിങ്ങൾ പരമശിവനെയും പാർവതിയെയും നിങ്ങളുടെ ഗുരുവായി സങ്കല്പിക്കുക. പിന്നെ നിങ്ങളുടെ കുടുംബദേവതയെ, പരദേവതയെ, ദേശദേവതയെ ഒക്കെ പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബദേവതയെന്ന് വിളിച്ചാൽ മതി, എൻ്റെ ദേശദേവതയെന്ന് വിളിച്ചാൽ മതി, ആ വിളി അവിടെ എത്തിക്കോളും. പേരൊന്നും എടുത്ത് പറഞ്ഞില്ലേലും. പിന്നെ അച്ഛൻ, അമ്മ, ഗുരു. അച്ഛൻ, അമ്മ, ഗുരുവിനെ നമ്മൾ പരമശിവനും പാർവതിയായിട്ട് ആദ്യം സങ്കല്പിച്ചു. പിന്നെ അച്ഛൻ, അമ്മ സ്മരിക്കുക. പിന്നെ അവസാനവും ശിവപാർവതിമാരെ സ്മരിക്കുക. എന്നിട്ട് ഈ വിദ്യ ചെയ്യുക. അത് നിങ്ങൾക്ക് ഗുണമാകും. അപ്പം ഇതിങ്ങനെ ജപിച്ചു കഴിഞ്ഞ് അപ്പം ഈ നീലപ്രകാശം ഉച്ചയിലേക്ക് വരുമ്പോൾ ക്ലെയിം 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 എന്ന് മനസ്സിൽ ജപിച്ച് ഇതകത്തേക്ക് നിങ്ങളുടെ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ ശിവായ, ശരീരം മുഴുവൻ വ്യാപിക്കുമ്പം നമ ശിവായ നമ ശിവായ ഫുൾ ബോഡിയിലേക്കും ആ നീലപ്രകാശം വ്യാപിക്കുന്നതായിട്ട് സങ്കല്പിക്കുക. അപ്പോൾ എല്ലാം നമ ശിവായ എന്ന് മനസ്സിൽ ജപിക്കുക. ഒരു 3 തവണ ജപിച്ചാൽ മതി. ക്ലെയിം 3 തവണ, നമ ശിവായ 3 തവണ. അപ്പോൾ നമ ശിവായ എന്ന് പറയുമ്പം ഇവിടെ ഈ ശി എന്ന് ഉച്ചരിക്കണം. അതാണ് അതിൻ്റെ രഹസ്യം. നമ ശി, ആ ഷായക്ക് ഇച്ചിരി ബലം കൊടുത്ത് 2 ഷായ ഇട്ട് വള്ളിയിട്ട് നമ ശിവായ, അവിടെയാണ് അതിൻ്റെ രഹസ്യം കിടക്കുന്നത്. അങ്ങനെ ഉച്ചരിക്കണം. അപ്പോഴാണ് അതിൻ്റെ പ്രയോജനം ഉണ്ടാകും. എന്നിട്ട് വെറുതെ കണ്ണടച്ച് നിങ്ങളുടെ ഈ നീലപ്രകാശം ഇങ്ങനെ വന്ന് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന മനസ്സിൽ സങ്കല്പിച്ച് വെറുതെ ഇരിക്കുക. ക്ലെയിം നമ ശിവായ 3 തവണ, ക്ലെയിം 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 നമശിവായ 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 3 തവണ ജപിച്ച ശേഷം വെറുതെ ഇരിക്കുക, അല്പനേരം ഇരിക്കുക. ഇത് നിത്യേന 1 മിനിറ്റെങ്കിലും ചെയ്തു പോന്നാൽ ഭഗവാൻ എന്തും സാധിച്ചു തരും. മാത്രമല്ല ധനാകൃഷ്ണ ഭൈരവസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകും, കുബേരൻ്റെ അനുഗ്രഹം ഉണ്ടാകും, മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകും. ശിവഭഗവാൻ എന്തും സാധിച്ചു തരും എന്നുള്ള ഒരു വിദ്യയാണ്. ഇത് രാവിലെ ചെയ്യാം. വൈകിട്ട് ഇതുപോലെ ഒന്ന് വലത് കൈയുടെ ഉള്ളം കൈ വെള്ളം തൊട്ട് തിരുമിയ ശേഷം വടക്കോട്ട് നോക്കി ഒന്ന് ജപിച്ചിട്ട് പിന്നെ കിഴക്കോട്ട് നോക്കി ജപിച്ചിട്ട് ശിവഭഗവാനെയും പാർവതിയെയും ഗുരുവായി സങ്കല്പിച്ചിട്ട് പിന്നെ ധർമ്മദേവതയും ദേശദേവതയും ഒക്കെ പ്രാർത്ഥിച്ചിട്ട് അച്ഛനെയും അമ്മയൊക്കെ സ്മരിച്ചിട്ട് അവസാനം വീണ്ടും ശിവഭഗവാനെയും പാർവതിയെയും സ്മരിച്ചിട്ട് പിന്നെ ഏറ്റവും ഇതായിട്ട് ഇങ്ങനെ ഒരു പ്രാർത്ഥന, ഈശ്വര പരമേശ്വര ഈ ഞാൻ ചെയ്യുന്ന എനിക്ക് ബലമായിട്ട് വരണേ എന്നുകൂടി അവസാനം ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ലതാണ്. അത് ഏറ്റവും അൾട്ടിമേറ്റായിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ശിവപാർവതിമാരെ സ്മരിച്ച ശേഷം ഈശ്വര പരമേശ്വര ഞാൻ ചെയ്യുന്നത് എനിക്ക് ബലമായിട്ട് വരണേ, അവിടുത്തെ കൃപ ഉണ്ടാകണേ, എന്നെ നയിക്കണമേ, എന്നെ സഹായിക്കണേ, എൻ്റെ ജീവിതത്തിലേക്ക് എല്ലാ ഐശ്വര്യങ്ങളും സമ്പത്തും നൽകുമാറാകണേ എന്നുകൂടെ പ്രാർത്ഥിച്ച് ചെയ്യുവാണെങ്കിൽ അത് ഭയങ്കര ഫലമാണ്. അപ്പോൾ ഇത് ദിവസേന ചെയ്തു പോരുക. ഇനി ഇതല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആകുമ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നുകൊണ്ടും നിങ്ങൾക്കിത് ഫ്രീ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാം. ഇപ്പോൾ 1 തവണ ചെയ്തു, പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വേണം. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളെ ആരും ശല്യം ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുവാണെങ്കിൽ കണ്ണടച്ചത് എവിടെ ഇരുന്ന് വേണേലും എപ്പം വേണേലും ഒരു ദിവസത്തിൻ്റെ ഒരു ദിവസത്തിൽ തന്നെ പല തവണ ആവർത്തിക്കാം. അപ്പോഴൊക്കെ മനസ്സിന് അപാരമായ ഒരു സന്തോഷം, സമാധാനം, അതുപോലെ തന്നെ നിങ്ങൾക്ക് അപാരമായ വശ്യശക്തി, മാത്രമല്ല എല്ലാ സമ്പത്തിനെയും ഐശ്വര്യത്തെയും എല്ലാം ആകർഷിക്കാൻ പറ്റും. അത് നിങ്ങൾക്ക് ഈ വിദ്യ ചെയ്തു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്കൊരു ചൈതന്യം കൂടും. പിന്നെ നിങ്ങൾ ആളുകൾക്ക് നിങ്ങളോടൊരു താല്പര്യം, അതുവരെ നിങ്ങളെ കണ്ടിട്ട് പരിചയം ഉണ്ടായിട്ട് മിണ്ടാത്ത പോകുന്നവർ പോലും ഇങ്ങോട്ട് ചിലപ്പം കയറി മിണ്ടും. നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും. അതാണ് ഈ വിദ്യയുടെ ഒരു രഹസ്യം. അപ്പോൾ ഇത് ശരിയായിട്ട് ചെയ്യുക. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇതുകൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഞാൻ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ, ബാക്കിയൊക്കെ ചെയ്ത് അനുഭവിച്ചാൽ മതി. ഒരുപാട് കാര്യങ്ങൾ, അത്ഭുത വിദ്യയാണ്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇനിയും പറയാൻ പോകുന്ന ഒരു കാര്യം, ഇപ്പോൾ ഒരു കുടുംബം ഭാര്യ, ഭർത്താവ്, കുട്ടികൾ, അപ്പോൾ ഒരു കുടുംബമായി. അപ്പം നമ്മൾ ഈ കുടുംബം ഉണ്ടായിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥന ചെയ്യുന്ന കൂട്ടത്തിൽ ഈശ്വര പരമേശ്വര അവിടത്തേക്ക് നന്ദി, എനിക്കൊരു നല്ല കുടുംബം തന്നതിൽ നന്ദി, എനിക്ക് അത് ആയുസ്സും ആരോഗ്യവും ഒക്കെ തന്നതിൽ നന്ദി, എനിക്ക് നൽകിയ എല്ലാ സൗഭാഗ്യത്തിനും നന്ദി,
അപ്പോൾ ഈ നമുക്ക് നൽകിയ സൗഭാഗ്യങ്ങളിലെല്ലാം ഒന്നാണ് ഈ കുടുംബവും. അത് ഈശ്വരനോട് നന്ദി പറയണം. ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് ഈശ്വരനോട് നന്ദി പറയണം. അത് ദിവസവും ചെയ്യുക, ഒന്നാമത്തെ കാര്യം. ഇനിയും രണ്ടാമത്തെ കാര്യം, ഇത് ചെയ്തു കഴിയുമ്പോൾ ജീവിതത്തിൽ ചില അനുഗ്രഹങ്ങളുണ്ടാകും. ആ കുടുംബത്തിൽ നല്ല കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. പലപ്പോഴും ഈ കുടുംബങ്ങളിൽ വരുന്ന ഒരു പ്രശ്നം, ഇപ്പോൾ ഭാര്യയും ഭർത്താവും ഉണ്ടാകും. അപ്പോൾ ഈ ഭർത്താവിന് ചിലപ്പോൾ ഈ ഭാര്യയോട് ചിലപ്പോഴൊക്കെ ഒരു ഈ ചിലപ്പോൾ ഭർത്താവിന് ഒരു വെളിയിൽ നിന്നുള്ളൊരു കൂട്ടുകാരോടായിരിക്കും കൂടുതൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നത്. ചിലപ്പം മറ്റ് വെളിയിൽ നിന്ന് ഒരു സൗഹൃദം, ഒരു സ്ത്രീ സൗഹൃദം ഉണ്ടെങ്കിൽ അതിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. ചിലരുടെ കാര്യമാണ് പറയുന്നത്, എല്ലാവരുടെയും അല്ല. അപ്പോൾ ചിലരെങ്കിലും അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാര്യയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ആയിരിക്കും കൊടുക്കുന്നത്. അത് കുടുംബം തകരാനൊരു കാര്യമാണ്. ഇനിയും തിരിച്ച് ഭാര്യയാണെങ്കിലും ചിലപ്പോൾ ഭർത്താവിന് വളരെ ഇമ്പോർട്ടൻസ് കുറവായിരിക്കും. ചിലപ്പോൾ ഭാര്യയുടെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ അവർക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യയുടെ കൂട്ടുകാരികൾക്കായിരിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങൾ കുടുംബം തകരാനൊരു കാര്യമാണ്. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നിങ്ങളൊരു ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഭാര്യയാണെങ്കിൽ ഭർത്താവിന് പ്രാധാന്യം കൊടുക്കണം, നിങ്ങളുടെ കുട്ടികൾക്ക് പ്രാധാന്യം കൊടുക്കണം, അവർ പറയുന്ന കേൾക്കാൻ നിങ്ങൾ ചെവി കൊടുക്കണം, അവർക്ക് വില കൊടുക്കണം. ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് പ്രാധാന്യം കൊടുക്കണം, ഭാര്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, ഭാര്യ പറയുന്നത് കേൾക്കാൻ ചെവി കൊടുക്കണം, മക്കൾക്ക് പ്രാധാന്യം കൊടുക്കണം, അവർ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കണം, അവരെ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ അംഗീകരിക്കണം. കൂടുതലും ഞാൻ പലപ്പോഴും ഈ കുടുംബ ബന്ധങ്ങൾ തകർന്നത് ഞാൻ കണ്ടിരിക്കുന്നത്, ഒന്നുകിൽ ഗ്രഹനാഥന് ചിലപ്പം കൂട്ടുകാർ പറയുന്നതായിരിക്കും കേൾക്കുന്ന മുഴുവൻ. ആ കുടുംബങ്ങളൊക്കെ തകർന്നിട്ടേ ഉള്ളൂ. നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കാത്തിടത്തോളം കാലം, ആ കുടുംബത്തെ വിശ്വസിക്കാത്തിടത്തോളം കാലം, കുടുംബത്തിലെ ഓരോരുത്തർക്കും പ്രാധാന്യം കൊടുക്കാത്തിടത്തോളം കാലം ആ കുടുംബം ശരിയാകത്തില്ല. ചിലർക്ക് മറ്റു ചില ഇപ്പോൾ പുരുഷൻ ഒരു ഭർത്താവാണെങ്കിൽ വേറെ ചില സ്ത്രീ സൗഹൃദങ്ങൾ ചിലപ്പോൾ ഇടയ്ക്ക് കടന്നു വരും. പക്ഷേ അതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, അവരൊക്കെ ചില ലക്ഷ്യങ്ങളോടുകൂടി വരുന്നവരാണ്. അവർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നാളെ അവർ വേറൊരു ജീവിതത്തിലേക്കും കടന്നു പോകാനൊരു ടെൻഡൻസി ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം നശിക്കത്തേ ഉള്ളൂ. ജീവിതത്തിലേക്ക്, നിങ്ങളുടെ ഇടയിലേക്ക്, ഭാര്യയും ഭർത്താവിൻ്റെ ഇടയിലേക്ക് പുതിയ ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും ആയിക്കോട്ടെ പുതിയൊരു സൗഹൃദം കടന്നു വന്നാൽ അങ്ങനെ വരുന്ന ആൾക്കാർ അതുപോലെ തന്നെ വേറെ ആളുകളുടെ ഇടയിലേക്കും പോകാൻ അവർക്ക് ടെൻഡൻസി കാണും. അത് ശാശ്വതമായിരിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സ്വന്തം കുടുംബത്തെ സ്നേഹിക്കുക. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും. ഇപ്പോൾ നിങ്ങൾ മക്കൾ പറയുന്നു, മക്കൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല, മക്കൾ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ ഈ മക്കൾ പറയുന്ന കേൾക്കുന്ന ആളുകൾ കാണും, ചില കൂട്ടുകാർ, അവരുടെ പുറകെ പോവും. ഒരിക്കലും നിങ്ങളെ സ്നേഹിക്കത്തില്ല, നിങ്ങളെ വിശ്വസിക്കത്തില്ല. അതിൻ്റെ കുഴപ്പം എന്നാന്ന് ചോദിച്ചാൽ അതുകൊണ്ട് പലപ്പോഴും നാശമായിരിക്കും ഉണ്ടാകുന്നത്. ഈ വിശ്വസിക്കുന്ന കൂട്ടുകാർ ചിലപ്പോൾ നല്ല ആളാണെങ്കിൽ കുഴപ്പമില്ല, മോശം ആളുകളാണെങ്കിൽ, ഇപ്പം നല്ല കൂട്ടുകാർ, ഇപ്പം ഭാര്യയല്ല ഭർത്താവല്ല, നല്ല സുഹൃത്തുക്കളാണെങ്കിൽ അവർ കുഴപ്പം വരത്തില്ല. പക്ഷേ ഏറിയ പങ്കും മനുഷ്യനാണല്ലോ. അതുകൊണ്ട് അവനവൻ്റെ കുടുംബത്തെ സ്നേഹിക്കുന്ന അത്രയും ഗുണം വേറെ മറ്റാരെ സ്നേഹിച്ചാലും ആ കുടുംബത്തിന് ഉണ്ടാകത്തില്ല. അപ്പം എനിക്ക് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾക്ക് ഈശ്വരൻ നല്ലൊരു കുടുംബം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുടുംബത്തെ സ്നേഹിക്കുക. ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം നല്ല സന്തോഷത്തിൽ പോകുന്നുണ്ട്. ഭാര്യയാണെങ്കിൽ ഭർത്താവിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ ഭാര്യയും ഭർത്താവും മക്കൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അവർ പറയുന്ന കേൾക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അവരുടെ ആകുലതകളും വിഷമങ്ങളും ഒക്കെ കേൾക്കണം. അല്ലെ വേറെ കേൾക്കുന്ന ആരുടെ അടുത്ത് അവർ പോകും. അത് ചീത്ത അല്ലെ മോശം ആളുകളാണെങ്കിൽ, അല്ലെ നിങ്ങളോട് വൈരാഗ്യമുള്ള ആളുകളാണെങ്കിൽ ഈ പിള്ളേരെ അവർ മോശമായ രീതിയിൽ വഴിതെറ്റിച്ചു കൊടുക്കും. അപ്പം ഈ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല രീതിയിലുള്ള ആശയവിനിമയം നടക്കണം. എന്തുണ്ടെങ്കിലും തുറന്ന് പറയണം. അങ്ങനെ നടക്കാത്ത കുടുംബങ്ങളാണ് പലപ്പോഴും നിസ്സാരം പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങൾ കൊണ്ടായിരിക്കും പല കുടുംബങ്ങളും ഇത് എന്നൊരു കൂട്ടുകാരനോട് പറയും, കൂട്ടുകാരൻ വേറെ ഓരോ ബുദ്ധികൾ ഉപദേശിച്ചു കൊടുക്കും, അതൊക്കെ ലാസ്റ്റ് കുളവാകും. അങ്ങനെയൊക്കെ എത്രയോ കുടുംബങ്ങളിൽ എത്രയോ തകർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഭാര്യയ്ക്ക് ഭർത്താവിനോട് പറയാനുള്ള കാര്യം നേരെ പറയുക. അതിന് ഇടനിലക്കാരിയുടെ ആവശ്യം വേണ്ട. ഭർത്താവിന് ഭാര്യയോട് പറയാനുള്ള കാര്യം നേരിട്ട് പറയണം. അതിനൊരു ഇടനിലക്കാരൻ്റെ ആവശ്യം വേണ്ട. അങ്ങനെ ഇടനിലക്കാരിയും ഉണ്ടായിടത്തല്ല ആ കുടുംബം നശിച്ചിട്ടുള്ളതായിട്ടാണ് കൂടുതലും കണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം, നിങ്ങൾക്കൊരു നല്ല കുടുംബം ഉണ്ടെങ്കിൽ അതിന് ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഈശ്വരനോട് നന്ദി പറയുക. പിന്നെ നിങ്ങളുടെ കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുടുംബത്തിലെ നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ ഭാര്യയെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനെ ഏറ്റവും സ്നേഹിക്കുക.
അവർ കേൾക്കുക, തുടർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആ കുടുംബം നിലനിർത്താൻ പറ്റും. ഇന്ന് ഈ പല കുടുംബങ്ങളും തകരുന്നതിൻ്റെ അല്ലെങ്കിൽ മോശം രീതിയിൽ പോകുന്നതിൻ്റെ ഒരു പ്രശ്നം അടിസ്ഥാനപരമായിട്ട് കുടുംബത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇല്ലായ്മ തന്നെയാണ്. പലപ്പോഴും അത് തന്നെയാണ്. പിന്നെ നമുക്കുണ്ടായ നല്ലൊരു കുടുംബത്തിൻ്റെ പ്രാധാന്യം അറിയത്തില്ല. അതൊരു ഈശ്വരാനുഗ്രഹം. ഒരു നല്ല കുടുംബം ഉണ്ടെങ്കിൽ അതൊരു ഈശ്വരാനുഗ്രഹം തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അതിൻ്റെ ഇടയിലേക്ക് വേറൊരു സൗഹൃദത്തിലേക്ക് നിങ്ങൾ പോയാൽ അതൊരിക്കലും ശാശ്വതമായിരിക്കത്തില്ല. അതിൻ്റെ ഫലം നാശം തന്നെയാണ്. കാരണം എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഈ വഴിതെറ്റിപ്പോകുന്നത് അവരാരും നല്ല രീതി വരുമെന്ന് പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഇടയിലേക്ക് മറ്റൊരു സൗഹൃദം വന്നാൽ അതിൻ്റെ എൻഡിങ് ഒരിക്കലും നല്ലതായിരിക്കത്തില്ല. അപ്പോൾ ഉള്ള കുടുംബത്തെ സ്നേഹിച്ച് അതിനുവേണ്ടി ജീവിച്ച് ആ മക്കൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് ഈ പറയുന്നത്. അതിന് നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈശ്വരനോട് ഒരു പ്രാർത്ഥന നടത്തണം. ഈശ്വര, എനിക്ക് നൽകിയ കുടുംബത്തിന് നന്ദി. ഇത് ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാനും ഈശ്വരൻ്റെ കരുണയും സഹായവും ഈശ്വര പരമേശ്വര എനിക്കും എൻ്റെ കുടുംബത്തിലും ഉണ്ടാകണേ. ഞങ്ങളെ അവിടുന്ന് തന്നെ മുന്നോട്ട് നയിക്കണേ. ഞങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം, ഞങ്ങളുടെ പോരായ്മകളെല്ലാം ഈശ്വര അവിടുന്ന് തന്നെ പരിഹരിച്ച് ഞങ്ങളെ മുന്നോട്ട് നയിക്കണേ. ഈശ്വര അവിടുത്തെ അനുഗ്രഹത്തിനെല്ലാം നന്ദി 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 3 തവണ പറയുക. അതുകൂടി പ്രാർത്ഥിച്ചാൽ നന്നായിരിക്കും. കാരണം ഞാൻ പറയുന്ന സത്യമായിട്ടുള്ള കാര്യമാണ്, സത്യസന്ധമായ കാര്യമാണ് പറയുന്നത്. പ്രശ്നം വീട്ടിൽ തന്നെയാണ് എപ്പോഴും. അത് മറ്റുള്ളവരല്ല, നിങ്ങളിൽ തന്നെയാണ് പ്രശ്നം. നിങ്ങളുടെ ചിന്താഗതിയിലാണ്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. നമ്മൾ മറ്റുള്ളവരോട് പോയി അതിന് അഭിപ്രായം ചോദിക്കേണ്ട ഒരു കാര്യവുമില്ല. കൂട്ടുകാരോട് അല്ലെങ്കിൽ മറ്റുള്ളവരോട് അങ്ങനെയൊക്കെ അഭിപ്രായം ചോദിച്ച കുടുംബങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് പലപ്പോഴും കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അത് നമ്മളായിട്ട് ജീവിക്കുക. നിങ്ങൾക്ക് ബുദ്ധിയും യുക്തി ഈശ്വരൻ തന്നിട്ടുണ്ട്. അതുപയോഗിച്ച് സ്വന്തം പ്രശ്നങ്ങൾ പരിഹരിച്ച് വീട്ടിൽ ആവശ്യമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് വീട്ടിൽ തന്നെ പരിഹരിക്കുക. അതിൻ്റെ ഇടയിലേക്ക് മൂന്നാമതൊരാളെ, വെളിയിൽ നിന്നൊരാളെ കടന്നു വരാൻ അനുവദിക്കരുത്. അത് നിങ്ങൾക്ക് ഒരിക്കലും നല്ലതല്ല. നിങ്ങളുടെ വീട്ടിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും മക്കളും വരുന്നത് പരിഹരിച്ചാൽ അതിനോളം ഐശ്വര്യം വേറെ ഒന്നുമില്ല. അതിൻ്റെ ഇടയിലേക്ക് വെളിയിൽ നിന്നൊരാൾ കടന്നു വരാതിരിക്കാൻ ശ്രമിക്കുക. അതൊരിക്കലും നല്ലതായിരിക്കത്തില്ല. ആരുമായിക്കോട്ടെ, സ്വന്തം ഭാര്യയും ഭർത്താവും മക്കളും പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞ് ഒരു വീട്ടിലിരുന്ന് നിങ്ങളത് ഒരു നല്ല ഒരു പരിഹരിക്കണമെന്ന ചിന്തയോടുകൂടി പരിഹരിക്കണം. അതാണ് ഈശ്വരാധീനമുള്ള വീടുകളിൽ ചെയ്യേണ്ടത്. പിന്നെ ഈശ്വരനെ ഒന്നിച്ച് എല്ലാവരോടും വീട്ടിലെല്ലാവരോടും ഒന്നിച്ച് ക്ഷേത്രത്തിൽ പോവുക. വിഷമങ്ങളും സന്തോഷങ്ങളും എല്ലാം ഒന്നിച്ച് പങ്കുവയ്ക്കുക. കുടുംബത്തെ സ്നേഹിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ആ കുടുംബത്തെ സ്നേഹിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് എല്ലാ ഐശ്വര്യങ്ങളും സന്തോഷവും ഉണ്ടായി വരും. അതാണ് ഏറ്റവും എനിക്ക് പറയാനുള്ള ഒരു കാര്യം. ഇനിയും ഈ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തൊരു സ്ത്രീ വന്നു. അവരെന്നോട് പറഞ്ഞു, എപ്പോഴൊന്നുമല്ല, കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ വീട്ടിൽ എന്നും കലഹമാണ്. വഴക്ക്, അടി, പിടി, ഇടി, ബഹളം, ഭർത്താവ് വെള്ളം മദ്യപിച്ചിട്ട് വന്നിട്ട് പ്രശ്നങ്ങളാണ്, മക്കളുമായിട്ടൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പോൾ എവിടെയോ പോയി നോക്കിയപ്പോൾ ആരോ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്, ആരോ പറഞ്ഞു വീട്ടിലെ കക്കൂസിൻ്റെ സ്ഥാനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഞാനൊരു കാര്യം അവരോട് പറഞ്ഞു, ആ വാസ്തു എന്ന് പറഞ്ഞ സംഭവം ശരിക്കും എന്താണ് വാസ്തു? വാസ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്ത് താമസിക്കുമ്പോൾ പ്രകൃതി ശക്തികൾക്ക് അനുസൃതമായി നമ്മൾ ജീവിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുകയാണ്. കാറ്റ്, വെളിച്ചം ഇതെല്ലാം ശരിക്കും കിട്ടത്തക്ക രീതിയിൽ. അപ്പം വടക്ക് കിഴക്ക് അടുക്കള, സൂര്യപ്രകാശം ശരിക്കും കിട്ടത്തക്ക രീതിയിൽ ഇങ്ങനെ പ്രകൃതിക്കനുസരിച്ച് ഒരു വീട് നിർമ്മിക്കുമ്പോഴാണ് അത് വാസ്തു എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട് നിർമ്മിക്കുന്നത് നല്ല തന്നെയാണ്, അത്തരത്തിൽ വാസ്തു നോക്കുന്നത് നല്ല തന്നെയാണ്. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പരാജയങ്ങളും ആ വാസ്തുവിൻ്റെ അല്ലെങ്കിൽ ആ നിർമ്മിതിയുടെ മണ്ടയ്ക്ക് കെട്ടിവെക്കുന്നത് ഒരിക്കലും ശരിയല്ല. അപ്പം വേറെ എവിടെയോ പോയി നോക്കിയപ്പോൾ അവർ പറഞ്ഞു കക്കൂസിൻ്റെ കുഴപ്പം കൊണ്ടാണ്, നിങ്ങളുടെ കക്കൂസിൻ്റെ സ്ഥാനത്തിൻ്റെ കുഴപ്പം കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വഴക്കുണ്ടാകുന്നത്, അതുകൊണ്ട് വീട് വിറ്റ് പോകണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരിക്കലും വീട് വിൽക്കരുത്. വിറ്റാൽ നിങ്ങൾ മാത്രമേ അനുഭവിക്കാൻ കാണത്തുള്ളൂ, പാവപ്പെട്ടവർ. അതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങ് അറിവില്ലായ്മ അറിഞ്ഞോട്ടെന്ന് വെച്ച് പറഞ്ഞു കൊടുത്താൽ നിങ്ങൾ വീട് സ്ഥലം വിൽക്കരുത്. കക്കൂസിന് ആ സാധനത്തിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അത് ഞാൻ നേരെ കണ്ടിട്ടുണ്ട് ഇവരുടെ വീട്. അപ്പോൾ നിങ്ങൾ
ഇനിയിപ്പം എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിലും ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളിക്കും ശിവനും ഒക്കെ ചില പ്രാർത്ഥനകൾ ചെയ്താൽ മാറാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾ സ്ഥലവും വീടും വിറ്റു പോയാൽ മേടിക്കാൻ പിന്നെ പറ്റത്തില്ല. ഉള്ളവന് ഉള്ളതിൻ്റെ വില അറിയത്തില്ല. ഈ പറയുന്നവർ, വിൽക്കാൻ വേണ്ടി പറയുന്നവരാരും നാളെ ഒരിക്കലും നിങ്ങളുടെ കൂടെ കാണത്തില്ല എന്ന് ഞാൻ സത്യസന്ധമായിട്ട് എനിക്ക് തോന്നി. ഒരാൾ വഴിയിൽ ഇറങ്ങണ്ടല്ലോ എന്ന് കരുതി ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവർ അല്ല വിറ്റേ പറ്റത്തുള്ളതെന്ന് പറഞ്ഞ് അവർ ഇറങ്ങിപ്പോയി. വർഷങ്ങൾക്ക് ശേഷം ഞാനിവരെ വീണ്ടും കണ്ടപ്പം പറഞ്ഞു, ഞാൻ ചോദിച്ചു വീട് സ്ഥലം വിറ്റോ? ഇല്ല. എന്നിട്ട് ഇപ്പം എങ്ങനെയുണ്ട്? ഇപ്പം കുഴപ്പമൊന്നുമില്ല. അവരുടെ ഭർത്താവിന് പണിയില്ലാത്ത കാരണം പൈസയില്ല. പൈസ ഇല്ലാത്ത കാരണം വെള്ളം അടിക്കുന്നില്ല. വെള്ളം അടിക്കാത്ത കാരണം വീട്ടിൽ വഴക്കില്ല. അല്ല, വീട് സ്ഥലം ഇപ്പം വിൽക്കേണ്ട ആവശ്യം വന്നില്ല. അവൻ കുഴപ്പം എവിടെയാണ്? അവനവൻ്റെ കർമ്മത്തിലാണ് കിടക്കുന്ന കാര്യങ്ങൾ. ഈ നമുക്ക് അനുയോജ്യമായ പ്രകൃതിക്കനുസരിച്ച് ഒരു വീട് വേണം, അത് ശരി തന്നെ. അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം. ആ വാസ്തു നല്ലത് തന്നെയാണ്. പക്ഷേ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ പരാജയങ്ങളും ഈ വാസ്തുവിൻ്റെ മണ്ടയ്ക്ക് കെട്ടിവെച്ചാൽ, എന്നിട്ട് വീട് വിറ്റ് പോയി കഴിഞ്ഞാൽ വഴിയിലാകുന്നത് അവനവൻ തന്നെയാണ്, വേറെ ആരും കാണത്തില്ല. ഈ പറഞ്ഞു തരുന്ന വാസ്തു അല്ലെ ജ്യോതിഷനോ ആരും ആയിക്കൊള്ളട്ടെ, അവരൊന്നും നിങ്ങളെ സഹായിക്കാൻ കാണത്തില്ല. അപ്പോൾ നിങ്ങൾ ഒരിക്കലും അവരും പറയുന്ന ദോഷം കൊണ്ട് വീട് കാര്യങ്ങളെ വിൽക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. ആരും വഴിയിൽ ഇറങ്ങരുത്. ഇനി നിങ്ങൾക്കൊരു മക്കളെ കെട്ടിക്കാനുണ്ടല്ലേ, മക്കളെ ഒരു നല്ല വിദ്യാഭ്യാസത്തിന് നിങ്ങൾക്കൊരാവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വന്തം തീരുമാനപ്രകാരം വീട് വിൽക്കാം. അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയാണ്. അതും വീട് നിങ്ങൾ ആ വില കുറച്ച് നിങ്ങളെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ വിൽക്കരുത്. വില കിട്ടുന്ന രീതിയിൽ വിൽക്കണം. ഇതിൻ്റെ അകത്തൊക്കെയുള്ളൊരു കുഴപ്പം എന്നാണെന്നറിയോ? പൊതുവായിട്ട് പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണ്. അതായത് ഇപ്പോൾ ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു വാസ്തു നോക്കുന്ന ആളോ ആരും ആയിക്കോട്ടെ, ഒരാൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ ദോഷമുണ്ട്, നിങ്ങൾ ഈ വീട് വിറ്റേ പറ്റൂ, അല്ല ഞാൻ ചില പൂജകൾ ചെയ്യാം, അത് കഴിഞ്ഞ് ഇത് വിറ്റ് അത് കഴിഞ്ഞും ഈ കുഴപ്പങ്ങളാണ്, ഇത് വിൽക്കണം, അല്ലെ ഏത് രീതിയിലും ആയിക്കോട്ടെ. അപ്പോഴേ സാധാരണക്കാരൻ തന്നെ ചെയ്യും, അവനെ കൊണ്ട് വിചാരിക്കും വീട് വിറ്റേക്കാമെന്ന് പറയും. പക്ഷേ ഒരു ബിസിനസ് ചെയ്യാൻ അറിയാത്തവൻ വീട് വിറ്റ് കഴിഞ്ഞാലും അവൻ ബിസിനസ് ചെയ്താലും അവൻ വിജയിക്കത്തില്ല. വെള്ളം അടിച്ചിട്ട് വഴക്കുണ്ടാക്കുന്ന ഒരാൾ, അവൻ്റെ ആ അടിസ്ഥാന സ്വഭാവം മാറാതെ എത്ര വീട് മാറിയാലും അവൻ നന്നാകത്തില്ല. നിങ്ങളുടെ കയ്യിലുള്ള കുഴപ്പത്തിന് വെറുതെ താമസിക്കുന്ന വീടിനെ കുറ്റം പറയുന്നത് അതൊരിക്കലും പരിഹാരമാകത്തില്ല. വീട് വാസ്തു നോക്കേണ്ടതല്ല പറഞ്ഞു. കാറ്റും വെളിച്ചവും വീട്ടിൽ വരുന്നുണ്ടോ, ഈശാന കോണെ, പിന്നെ തെക്ക് പടിഞ്ഞാറേ മൂല, വടക്ക് കിഴക്ക് അടുക്കള, ഇതൊക്കെ നല്ലത് തന്നെയാണ്. ഇനി അതിലൊക്കെ ഒരു ചെറിയ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും വിൽക്കുകയല്ല അതിന് പരിഹാരം. നിങ്ങൾ അതിൽ ചില മെയിൻ്റെനൻസ് വരുത്താൻ പറ്റത്തില്ലേ പോലും നിങ്ങളുടെ പ്രാർത്ഥന, നിങ്ങളുടെ കുടുംബദേവതയുള്ള പ്രാർത്ഥന, ഈശ്വരനോടുള്ള പ്രാർത്ഥന, നിങ്ങളുടെ പരിശ്രമം കൊണ്ട് അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അതിന് വിൽക്കുകയല്ല പരിഹാരം. പിന്നെ നിങ്ങൾക്കൊരാവശ്യം ഉണ്ടെങ്കിൽ വിൽക്കണം. മക്കളുടെ കല്യാണമോ ഒക്കെ ഉണ്ട്, അത് നിങ്ങളുടെ ആവശ്യമാണ്, അല്ലാതെ മറ്റാരും പറഞ്ഞിട്ടല്ല. ഇനിയിപ്പം ഒരിടത്ത് ഇപ്പോൾ വാസ്തു നോക്കാൻ ചെന്നു, അവർ പറഞ്ഞു ഇത് അത്യാവശ്യമായിട്ട് താമസിക്കാൻ കൊള്ളത്തില്ല, വിറ്റ് പോകണം. അവർക്കെന്താ കുഴപ്പം? നിങ്ങൾ വിൽക്കുമെന്ന് വിചാരിച്ചു, വിറ്റ് അത് കഴിയുമ്പോൾ ചിലപ്പോൾ അവർ പറയും ഞാൻ ഒരു പൂജ ചെയ്യുന്ന ഇത്ര നാളിനുള്ളിൽ ആൾ വരും. ശരിക്കും ഇയാൾ പറയുന്ന ഒരാളായിരിക്കും ചിലപ്പം വരാം. അങ്ങനെ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാം. കാലം വളരെ മോശമാണ്. ഇയാൾ തന്നെ ഏർപ്പാട് ചെയ്യുന്ന ഒരാളായിരിക്കും ചിലപ്പം മേടിക്കാൻ വരുന്നത്. ഈ പാവപ്പെട്ടവനെ ഒന്നും അറിയുന്നില്ല. അപ്പം വില അപ്പം ഈ വാസ്തുക്കാരനും അല്ലെ ആരും ആയിക്കോട്ടെ, അപ്പം പറയുക ആ വില അത് നിങ്ങൾക്ക് താമസിക്കാൻ കൊള്ളത്തില്ല, കുറഞ്ഞ വിലയാണെങ്കിലും കൊടുത്തേരെ എന്ന് പറഞ്ഞ് നിങ്ങൾ ആ കുറഞ്ഞ വിലയ്ക്ക് ഒരാൾക്ക് കൊടുക്കുക. അപ്പോൾ ഈ മറ്റേ ആൾക്ക് ചിലപ്പോൾ കമ്മീഷൻ കിട്ടും. പറഞ്ഞാൽ മനസ്സിലായി. ഇതിപ്പോൾ എല്ലാവരും അങ്ങനെ ആണെന്നോ അങ്ങനെ ചെയ്യുമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. 99% ആളുകൾ അങ്ങനെ ചെയ്യത്തില്ല. പക്ഷേ 10% ആളുകളും ഇങ്ങനെ ചെയ്യുന്നവർ ചിലപ്പം കാണാതിരിക്കാം. ഈ പത്രത്തിലൊക്കെ വാർത്ത വരുന്നു. നമ്മുടെ ഇന്നത്തെ സമൂഹമാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ കേട്ട് നിങ്ങളുടെ ബുദ്ധി പ്രവർത്തിക്കാതെ നിങ്ങൾ വിറ്റാൽ, നിങ്ങൾ പെരുവഴിയിലായാൽ ഇവരാരും സഹായിക്കാൻ കാണത്തില്ല. അത് ആരുടെ കുഴപ്പമാണ്? നിങ്ങളുടെ കുഴപ്പം തന്നെയാണ്. നിങ്ങൾക്ക് ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട്. നിങ്ങൾ ഈ വല്ലവരും പറയുന്ന കേട്ട് മണ്ടത്തരം കാണിച്ചാൽ ഒരു വീട് സ്ഥലം പോകാനെളുപ്പം, ഉണ്ടാകാനാണ് പാട്. അപ്പം അങ്ങനെ ദോഷമുണ്ട് ഉണ്ടായിക്കോട്ടെന്ന് പറയണം. ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനതിൻ്റെ ബാക്കി തൻ്റെ ഇടം വേണം. അതിനെല്ലാം വീട് വിൽക്കാൻ പോയാൽ ബിസിനസ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവൻ എത്ര വീട് വിറ്റ് വാങ്ങിയാലും ആ ബിസിനസ് വിജയിക്കാൻ പറ്റുമോ? അത് ചെയ്യാൻ പഠിക്കണം, ബിസിനസ് ചെയ്യാൻ. അല്ലാതെ വീട് വിൽക്കുകയല്ല ചെയ്യേണ്ടത്. വീട്ടിൽ സമാധാനം ഉണ്ടാകുന്ന കയ്യിലിരിപ്പ് ശരിയാകണം. അല്ലാതെ എത്ര വീട് വാങ്ങി വിറ്റാലും അത് ശരിയാകും. അപ്പം നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കുക. നിങ്ങളെ ആരും ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കരുത്. ഏറ്റവും കൂടുതൽ ചൂഷണം നടക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പേരിലാണ്.
പ്രത്യേകിച്ച് ഈ ആത്മീയമായ മേഖലകളിലും എല്ലാ മേഖലയിലും ഉണ്ട്. ഇപ്പം ആത്മീയം തന്നെയല്ല, എല്ലാ മേഖലകളിലും ഉണ്ട്. അപ്പം ചൂഷണത്തിൽ ഒരു മേഖലയിൽ നിങ്ങൾ നിന്നു കൊടുക്കാതിരിക്കുക. ഈ പാവങ്ങളെ അല്ലെങ്കിൽ കൂടുതൽ വിശ്വസിക്കുന്നവരെ ആണ് കൂടുതലും ആളുകൾ ഈ തെറ്റായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നത്. ഒരു സാമർഥ്യം കഴിവുമുള്ള നല്ലൊരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അവരെ ഒന്നും ചിലപ്പോൾ ഇങ്ങനെ പറ്റിച്ചെന്ന് വരത്തില്ല. കാരണം അതറിയാം. അല്ലെങ്കിൽ നല്ല വക്കീൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വക്കീലന്മാരൊക്കെ ഈ വാസ്തു നോക്കാൻ ചെന്നാൽ അവരോടൊന്നും ഇങ്ങനെ വീട് വിറ്റ് പോകാനൊന്നും സാധാരണഗതിയിൽ പറയാറില്ല. കാരണം അവർ അത് തന്നെ അവർക്കറിയാതെ അവർ ആ പറയുന്ന അനുസരിക്കത്തൊന്നുമില്ല. അവർ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യും. അല്ലെങ്കിൽ അവർ നാളെ ഒരിക്കൽ തിരിച്ച് ഇയാൾക്കെതിരെ അവർക്ക് പിന്നെ വാദിക്കാനും സാധിക്കും. ഈ ദുർബലരായ അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകളോടാണ് കൂടുതലും ഈ ആത്മീയതയുടെ പേര് പലപ്പോഴും. എനിക്കറിയാം, കഴിവും പ്രാപ്തിയുമുള്ള അധികാരമുള്ളവരോടൊന്നും ആരും ഒരു ചൂഷണവും ചെയ്യത്തില്ല. ഇത് നിങ്ങളിപ്പോൾ ഒരാളെ കാണുമ്പോൾ അയാളെ ഈശ്വരനെ പോലെ വിചാരിച്ച് നടന്നു കഴിയുമ്പോൾ അങ്ങനെ ആ വിശ്വാസമാണ് മുതലെടുക്കുന്നത്, പൊതുവായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഞാൻ ആ വീട് വിൽക്കേണ്ടത് അവരോട് പറഞ്ഞു. അവർക്കൊരു കുഴപ്പമില്ല, വീട് ഇന്നും വിറ്റിട്ടില്ല, വീട്ടിൽ ഇപ്പം ബഹളവും ഇല്ല. അപ്പോൾ പുള്ളി പൈസ ഇല്ലാത്ത കാരണം അദ്ദേഹം വെള്ളമടി നിർത്തി, ജോലി ഇല്ലാത്ത കാരണം. അപ്പോൾ സമാധാനമായി. അതിന് വീടിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇനി വീട്ടിലെ വാസ്തുവിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് മെയിൻറ്റെയിൻസ് ചെയ്യാൻ പറ്റാവുന്ന ആളെ മെയിൻറ്റെയിൻസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കുടുംബദേവതയെ വിളിക്കുക, ഈശ്വരനെ വിളിക്കുക, പ്രാർത്ഥിക്കുക. പിന്നെ നമുക്കത് ശരിയാക്കാൻ പറ്റും. നമ്മുടെ ഉള്ളിൽ അനന്തമായ ശക്തിയുണ്ട്. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഒരുപാട് മാറ്റം വരുത്താൻ പറ്റും. പിന്നെ നമ്മളുടെ പരിശ്രമം, ഉള്ളിലുള്ള ശക്തിയെ നിങ്ങൾ വിശ്വസിക്കുക. എത്ര പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവ് നമ്മുടെ ഉള്ളിലുണ്ട്, അപാരമായ ശക്തിയുണ്ട്. അതാണ് ഈ യോഗീശ്വരന്മാരും ഒക്കെ ഈശ്വരനായി തീർന്നത്. ആ ഉള്ളിലുള്ള ശക്തി തന്നെയാണ്. അത്രയും ശക്തിയുള്ള ഒരു മനുഷ്യൻ ആ മറ്റുള്ളവർ പറയുന്നത് കേട്ട്. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അവനവൻ്റെ മാത്രം കുറ്റമാട്ടോ, വേറെ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ബുദ്ധി ഈശ്വരൻ തന്നിട്ടുണ്ട്, അതനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. മറ്റുള്ളവർ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, സ്നേഹബന്ധങ്ങൾ, ഒരു കൂട്ടുകാരൻ പറയുന്ന കേട്ട് ഭാര്യയെ മോശമായി ചിന്തിക്കാനോ ഭാര്യയെ മര്യാദ പഠിപ്പിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കുടുംബബന്ധം തകരും. സ്വന്തമായിട്ട് എനിക്കൊരു കുടുംബം വേണം, എൻ്റെ കുടുംബം മുന്നോട്ട് പോകണം. അപ്പോൾ ആ പ്രശ്നങ്ങൾ ഭാര്യമായി പറഞ്ഞു തീർത്ത് അത് രമ്യതയിലാക്കി മുന്നോട്ട് പോയാലേ കുടുംബ ഐക്യം ഉണ്ടാകത്തുള്ളൂ. അല്ലെങ്കിൽ മക്കളെ സ്നേഹിക്കാതെ മക്കളോട് വളരെ മോശമായി പെരുമാറി മറ്റുള്ളവരെ കൂട്ടുകാരെയും നാട്ടുകാരെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ നാളെ ഒരിക്കലും മക്കൾ നല്ല രീതിയിൽ വരണമെന്നില്ല, ഇവരെ നോക്കണമെന്നില്ല. ഇതെല്ലാം നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ എഫക്റ്റാണ്. അതിന് മറ്റാരെയും ഈശ്വരനെ പോലും കുറ്റം പറയുന്നതിനകത്ത് കാര്യമില്ല. ഇപ്പോൾ ഒരു കുന്നും പ്രദേശമാണെന്ന് വിചാരിക്കുക. ആ കുന്നും പ്രദേശത്തെ കുറച്ച് മണ്ണ് അറിഞ്ഞു മാറ്റിയിട്ട് അതിൻ്റെ ഇടയിൽ കൊണ്ടൊരു വീട് വെക്കുക. മഴ പെയ്യുമ്പോൾ ഈ കുന്നിടിയും. അത് പ്രകൃതി നിയമമാണ്. അത് വേറെ എങ്ങോട്ടും ആ മണ്ണിന് പോകാൻ പറ്റത്തില്ല, അത് പ്രകൃതി നിയമമാണ്. പക്ഷേ നമ്മൾ ആ വാസ്തുവിനെയോ ആ കുന്നിനെയോ ഒക്കെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ ചെയ്ത പ്രവൃത്തിയാണ്, നമ്മൾ ചിന്തിക്കണമായിരുന്നു. അല്ലെങ്കിൽ ഈ പുഴയോരത്ത് അല്ലെങ്കിൽ ജലാശയത്തോട് ചേർന്ന് കൊണ്ട് വീട് വെക്കുക. അപ്പോൾ അവിടെ പലപ്പോഴായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായ സ്ഥലമായിരിക്കാം, അത് നമ്മൾ അന്വേഷിക്കണം. അങ്ങനെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സ്ഥലത്ത് കൊണ്ട് വെച്ചിട്ട് പിന്നെ വെള്ളം കയറുമ്പം ഈശ്വരനെ കുറ്റം പറയുന്നതിലോ അവിടുത്തെ വാസ്തുവിനെ കുറ്റം പറയുന്നതിലോ വല്ല കാര്യമുണ്ടോ? നമ്മുടെ പ്രവൃത്തിയാണ്, നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ റിസൾട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനാരെയും കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ എല്ലാം നമ്മൾ സ്വയം ഏത് കാര്യമാണെങ്കിലും സ്വയം ചിന്തിച്ച് പിന്നെ ഈശ്വരാധീനത്തിന് വേണ്ടി ക്ഷേത്രങ്ങളിൽ പോവുക, വഴിപാടുകൾ ചെയ്യുക. അതൊക്കെ ഒരു ഐശ്വര്യം ഉണ്ടാകും, നല്ല ബുദ്ധി തെളിയും. നമുക്ക് ക്ഷേത്രത്തിൽ പോയി നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മുന്നിലേക്ക് ആകാശത്തു നിന്നും ഐശ്വര്യങ്ങൾ വരികയൊന്നുമല്ല, നമ്മുടെ സമാധാനം മനസ്സിലുണ്ടാകും. ആ ഈശ്വരീയമായ ഒരു അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ബുദ്ധി തെളിയും. അപ്പോൾ നമുക്ക് ശരിയേത് തെറ്റേത്, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട, ഇങ്ങനെയുള്ള നല്ല ഒരു ബുദ്ധി ഉണ്ടായി നമ്മുടെ തൊഴിൽ ചെയ്യുമ്പോഴാണ് വിജയിക്കുന്നത്. അവിടെ നമ്മൾ തന്നെ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്, അല്ല അത്ഭുതങ്ങളല്ല സംഭവിക്കുന്നത്. പിന്നെ ഈശ്വരാധീനം ദൈവാധീനം ഉണ്ടാകുമ്പോൾ തെറ്റുകളിലേക്ക് പോകത്തില്ല. ഇനിയും ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞു തന്നിട്ട് നിർത്താം. ഇപ്പോൾ ഒരു വീട്ടിലെ ഈ ഭാര്യ അല്ലെ ഭർത്താവ് അല്ലെ മക്കൾ തെറ്റായൊരു വഴി പോകുന്നുണ്ടെങ്കിൽ പക്കനാളിനും വെള്ളിയാഴ്ചയും കടുംബായുസും രക്തപുഷ്പാഞ്ജലിയും ഭദ്രകാളിക്ക് കൊടുത്ത് പ്രാർത്ഥിച്ചാൽ ഇത് ആവർത്തിക്കണം സാധിക്കുന്ന പോലെ. ഒരു നല്ല നിലയിൽ വരും. കാരണം അവരുടെ ബുദ്ധി തെളിയും, അവർ തെറ്റിൽ പോകത്തില്ല, അവർക്ക് ചിന്താഗതികൾ മാറും, കാഴ്ചപ്പാടുകൾ മാറും. അപ്പോഴാണ് ജീവിതം മാറുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ ലോകം ഉണ്ടായ കാലം മുതൽ നല്ലതും ചീത്തയും എല്ലാം ഉണ്ട്. നമ്മൾ നല്ലത് മാത്രമായിട്ട് എല്ലാത്തിനകത്തും
ഒരു മോശവശം അല്ലെങ്കിൽ തെറ്റായ ചില കാര്യങ്ങളും തെറ്റായ പ്രവണതകളും എല്ലാ കാര്യത്തിനകത്തും ഉണ്ടാകാം. ശരി മാത്രമായിട്ടൊരു കാര്യം നമുക്ക് ശരി മാത്രമായിട്ടൊരു കാര്യം നമുക്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെടുക്കണം ശരി മാത്രമായിട്ടും എല്ലാ കാര്യം കൊണ്ടും. ഇപ്പോൾ ഒരു കത്തി കൊണ്ടാണെങ്കിൽ നമുക്ക് കരയ്ക്കരിയുകയും ചെയ്യാം, ഒരാളെ ദേഷ്യം വരുമ്പോൾ ചിലപ്പോൾ കുത്തിക്കൊല്ലുകയും ചെയ്യും. ഈ കത്തി ഏതിന് ഉപയോഗിക്കുന്നു എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കും. നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, ചീത്ത കാര്യത്തിന് ഉപയോഗിക്കാം എന്ന് പറഞ്ഞ പോലെ നമ്മൾ കാണുന്ന കേൾക്കുന്ന എല്ലാ കാര്യവും നമുക്ക് നല്ല കാര്യത്തിന് ഉപയോഗിക്കാം, ചീത്ത കാര്യത്തിന് ഉപയോഗിക്കാം. പക്ഷെ നമ്മളാണ് തീരുമാനിക്കേണ്ടത് അത് എങ്ങനെ ഉപയോഗിക്കണം, നല്ല കാര്യത്തിന് ഉപയോഗിക്കണം എന്നുള്ളത് നമ്മളുടെ മാത്രം ഡിസിഷനാണ്, നമ്മുടെ മാത്രം തീരുമാനമാണ്. അത് ഈശ്വരനെയോ മറ്റുള്ളവരെയോ അല്ലെ സാഹചര്യത്തെയോ അല്ലെ വാസ്തുവിനെയോ അല്ലെ ചുറ്റുപാടിനെയോ അല്ലെ കുടുംബത്തെയോ ഒന്നും കുറ്റം പറയുന്ന കാര്യമില്ല. അത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യം, നമ്മൾ തിരഞ്ഞെടുക്കേണ്ട കാര്യം നമ്മൾ തിരഞ്ഞെടുക്കണം. ഇപ്പോൾ ഒരു കുട്ടി പഠിച്ചു വരുന്നു, ആ കുട്ടി നല്ല ഒരു കോഴ്സിന് പോയി കഴിഞ്ഞാലേ നല്ലൊരു ജോലി കിട്ടത്തുള്ളൂ. അത് പഠിക്കാതെ ഒരു കോഴ്സിനും പോകാതെ ഒരു കടയിലൊക്കെ ജോലിക്ക് കയറിയിട്ട് മറ്റുള്ളവരെയോ ഈശ്വരനെ പഠിക്കുന്നതുകൊണ്ട് കാര്യമുണ്ടോ? പഠിക്കാൻ സാഹചര്യമുള്ളവർ ചിലപ്പം നല്ലൊരു കോഴ്സിന് കൊണ്ട് ചേർത്താലും അത് ഉഴപ്പിയിട്ട് പിന്നെ ഈശ്വരനെ പഠിക്കുന്നതിനകത്ത് കാര്യമുണ്ടോ? ഒരിക്കലുമില്ല. ഈശ്വരനെ വിളിക്കണം. ആ ഈശ്വരാധീനം കൊണ്ട് മാറുന്ന കാര്യങ്ങളുണ്ട്, അതോടൊപ്പം നമ്മൾ കൂടി അതിൻ്റെ കൂട്ടത്തിൽ മാറ്റേണ്ട കാര്യങ്ങളുമുണ്ട്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ജീവിതം ശരിയാകുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ചില അറിവുകളും ചില അഭിപ്രായങ്ങളും ഞാൻ കണ്ട ജീവിതങ്ങളിൽ നിന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക. പൊതുവായിട്ട് പറഞ്ഞതാണ്, അതായത് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്ന കാര്യങ്ങൾ, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ പൊതുവായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെ തള്ളിക്കളയുക. ഇതെൻ്റെ അഭിപ്രായങ്ങൾ മാത്രമാണ്. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.